ഇനി കാണാൻ പോകുന്ന കുടുംബശ്രീ ലേറ്റസ്റ്റ് എപ്പിസോഡ് വേണ്ടി പറയുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും കമൻസ് ഷെയർ അയച്ചാൽ ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇനി കാണാൻ പോകുന്ന എപ്പിസോഡിൽ വമ്പൻ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ശാലിനിയെ മറുവശത്തിരുന്ന ശത്രു ആരാണെന്ന് അറിയാത്തത് ഇന്ന് ശാലിനി കയ്യോടെ കണ്ടുപിടിക്കാൻ പോകുന്നതാണ് ഇനി കാണാൻ പോകുന്ന എപ്പിസോഡിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. അതിനൊപ്പം തന്നെ ഒരു പുതിയൊരു കഥാപാത്രത്തിൻ്റെ ഒരു അവതാരം കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അതാരൊക്കെയെന്നുള്ള കാര്യമൊക്കെ അടുത്ത എപ്പിസോഡിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ പറയാം കേട്ടോ. തുടർന്ന് തന്നെ കാണിക്കുന്ന കാര്യം നമ്മൾ ശാലിനി ഭയങ്കര ടെൻഷനകത്താണ്. കാരണം സത്യാമ്മ എന്തായാലും തന്നെ അംഗീകരിച്ചു എന്നത് ശാലിനിക്ക് മനസ്സിലായി. പക്ഷേ അതിനൊപ്പം തന്നെ സത്യമോള് യഥാർത്ഥമായിട്ട് സത്യാമ്മയ്ക്ക് അംഗീകരിക്കാൻ കഴിയുമോ? കാരണം ആദ്യം പുറത്തേക്ക് പോയിട്ട് പിന്നകത്ത് വന്നാണ് വിഷ്ണുവിൻ്റെ സങ്കടം കണ്ടുകൊണ്ട് മാത്രമുള്ള സ്വീകരണമാണിത്. ഇതൊക്കെ എത്ര നാളത്തേക്ക് നിലനിൽക്കുന്ന ടെൻഷൻ അത് ശാലിനിക്കും. ഷാദാം പറയുന്നുണ്ട്, മോളെ ഇങ്ങനെയൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, ദൈവം എല്ലാം നേരാക്കി തരും. കാരണം ഇത്രയും നാൾ കൊണ്ടുള്ള നിൻ്റെ ഈ കഷ്ടപ്പാടല്ലേ, നിൻ്റെ സങ്കടം കാണാതിരിക്കും എന്നൊക്കെ ഷാലിനി നമ്മുടെ ഷാദാമ്മ ആശ്വസിപ്പിക്കുക. മറുവശത്ത് എന്താണ്, രാഘവേട്ടൻ്റെ മുഖത്ത് 1000 വാട്ട് ബൾബ് അടിച്ചതിൻ്റെ അത്ര സന്തോഷത്തിന് തിളക്കമാണ് കേട്ടോ. കാരണം മറ്റൊന്നുമല്ല, ശാലിനി വീണ്ടും വീട്ടിൽ വരാൻ പോകുന്നതിന്, ആ കുടുംബത്തിൻ്റെ സന്തോഷം തിരിച്ച് വരാൻ പോകുന്നതിന് സന്തോഷത്തിനകത്താണ് നമ്മുടെ രാഘവേട്ടൻ ഇരിക്കുന്നത്. പപ്പിമോക്കാണെങ്കിൽ എന്തായാലും സത്യം അമ്മയും വരും എന്നുള്ള കാര്യം ഉറപ്പായി. കാരണം ഫോണിൽ കൂടെ സത്യമോളുടെ അച്ഛനായിട്ട് സംസാരിച്ച നമ്മുടെ പപ്പിമോളല്ലേ. അങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്കും February 14 വാലന്റൈൻസ് ഡേക്കാണ് ശാലിനിയുടെ വെഡിങ് ആനിവേഴ്സറി എന്നൊക്കെ നമ്മുടെ പപ്പിമോളുടെ വായി നിറഞ്ഞല്ലോ. അപ്പോൾ ഇതൊക്കെ കേട്ട് നമ്മുടെ സത്യമോൾ മനസ്സിലൊരു പ്ലാൻ ചിന്തിക്കുകയാണ്. സത്യമോൾ ചിന്തിക്കുന്നത്, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി എങ്ങനെയാണോ പപ്പിമോൾ ഇപ്പം സെലിബ്രേറ്റ് ചെയ്യുന്നത് തൻ്റെ അച്ഛൻ്റെ അമ്മയുടെ, അതുപോലെ എനിക്കും സെലിബ്രേറ്റ് ചെയ്യണം. എന്നിട്ട് എന്നോട് ചോദ്യം ചോദിച്ച് എന്നെ ഉത്തരം മുട്ടിച്ച പല സുഹൃത്തുക്കളുണ്ടല്ലോ, എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള ചെറുക്കന്മാരൊക്കെ, അവരോട് മുന്നിലെല്ലാം എനിക്ക് കാണിച്ചു കൊടുക്കണം. എൻ്റെ അച്ഛൻ ഇതാന്നുള്ള കാര്യം കാണിച്ചു കൊടുത്താൽ അത്ര പ്രൗഡായിട്ട് ഫീൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സത്യമോൾ മനസ്സിൽ ഒരു പ്ലാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ അവിടെ ശാലിനിയുടെ ടെൻഷനെ കുറച്ചും കൂടെ എരി കയറ്റാനായി ഒരു കോൾ വീണ്ടും വരുന്നുണ്ട്. അത് ആരാ കോളാണെന്നറിയാമോ? നമ്മുടെ സുസ്മിതയാണ്. അപ്പോൾ സുസ്മിതയാണ് ഈ മറുവശത്തെന്ന് ശാലിനിക്ക് ഇതുവരെ അറിയത്തില്ല. അപ്പോൾ ശാലിനി ആ ഫോൺ കാണുമ്പോൾ തന്നെ ഒടുക്കുന്ന ടെൻഷനകത്താണ് എടുത്തതും ഫോണിൽ സംസാരിക്കുന്ന ഒരു കാര്യം, നീ ഭയങ്കര സന്തോഷത്തിനകത്തായിരിക്കുമല്ലോ, അമ്മായിയമ്മ ഇത്രയും നാളത്തെ പിണക്കൊക്കെ മാറി നിന്നെ വന്ന് വിളിച്ച് ക്ഷണിച്ചതല്ലേ, അങ്ങോട്ടേക്ക് പോകാനുള്ള സന്തോഷത്തിനകത്തായിരിക്കുമല്ലോ നീ അധികം സന്തോഷിക്കേണ്ട. അപ്പോൾ നമ്മുടെ ശാലിനി ടെൻഷൻ ഭയങ്കരമായിട്ടും കൂടുക. കാരണം മറ്റൊന്നുമല്ല, തൻ്റെ ജീവിതത്തിൻ്റെ ചെറു ചലനങ്ങൾ പോലും എന്താണെന്ന് ഇത്ര ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണല്ലോ തൻ്റെ പിറകിൽ നിന്ന് തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ വ്യക്തിയെ നിസ്സാരമായി കരുതാൻ കഴിയത്തില്ല എന്നുള്ള രീതി ഷാനി ആ ഒരു നിഗമനത്തെത്തി ഷാനി ഈ പറയുന്നതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ നമ്മുടെ സുസ്മിത പറയുന്നത്, നിനക്ക് മാത്രമല്ലല്ലോ, നിൻ്റെ അനിയത്തി ഉണ്ടല്ലോ, അവൾക്കും ഭയങ്കര സന്തോഷമായില്ല, അവളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്കല്ലേ ക്ഷണിച്ചിരിക്കുന്നത്. നീ എന്താ വിചാരിച്ചത്, നിൻ്റെ അമ്മായിയമ്മ വന്ന് നിന്നെ ക്ഷണിച്ചത് നീ അതുപോലെ സന്തോഷിച്ചത്. ഇന്ന് കാണുന്ന ഈ സന്തോഷം പോലെ തന്നെ നിൻ്റെ അനിയത്തിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയൊക്കെ സെലിബ്രേറ്റ്, അവൾ വീണ്ടും മഹാറാണിയുടെ വാഴാന്നോ, അതൊന്നും നടക്കത്തില്ല. അതൊക്കെ നടക്കുന്നതിന് മുന്നേ തന്നെ നിൻ്റെ അമ്മായിയമ്മ എഴുതാ ഒറ്റ ഫോൺ കോൾ മതി. എന്തിന്, എനിക്ക് നേരിട്ട് അങ്ങോട്ടേക്ക് വിടും, നിൻ്റെ സത്യസന്ധമായ കാര്യങ്ങളൊക്കെ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി. നിൻ്റെ മകളാണ് പപ്പി എന്ന സത്യം അറിഞ്ഞാൽ പിന്നെ നിൻ്റെ അനിയത്തിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി പോയിട്ട് നിൻ്റെ അനിയത്തിക്ക് അവളെ ഒരു നിമിഷം പിടിച്ച് നിൽക്കാൻ പോലും പറ്റത്തില്ല. അവളെ സത്യാമ്മ അടിച്ചിറക്കണമെന്നില്ല, രോഹത്ത് തന്നെ കഴുത്തിന് പിടിച്ച് പുറത്താക്കും. അതോടെ അവളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി പോയിട്ട് അവർക്ക് തമ്മിൽ ഒരുമിച്ച് ഒരു ജീവിതം പോലും കാണത്തില്ല. ഞാനിതൊക്കെ പറയേണ്ട ഒരു നിമിഷത്തിൽ തീരാന്നേ ഉള്ളൂ. നിൻ്റെ ഇപ്പോൾ ഉള്ള സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഭീഷണി സ്ട്രോങ് ആക്കുമ്പം ഷാനിക്ക് ഭയങ്കര ടെൻഷനാവുകയാണ്. എങ്കിലും ഇതുവരെ എന്താണ് ആ നമ്പർ ആരെയും ട്രേസ് ചെയ്ത് പോലും എടുക്കാൻ പറ്റില്ല. കാരണം സുസ്മിത അത്ര സ്മാർട്ടായിട്ട് കളിക്കുന്നുണ്ട്, അതിനും കഴിയാത്തതുകൊണ്ട് ലാസ്റ്റ് ഷാലിനി പറയുന്നത്, ദയവേത് നിങ്ങൾ സത്യാമ്മയുടെ ഈ കാര്യങ്ങളൊന്നും വിളിച്ച് പറയരുത്, വെറുതെ പ്രശ്നം ഉണ്ടാകില്ല, അതൊക്കെ വലിയ പ്രശ്നത്തിൽ ചെന്ന് നിൽക്കുന്നൊക്കെ പറയുമ്പം നമ്മുടെ സുസ്മിത പറയും, ഇത് സത്യാമ്മയെ അറിയിക്കാതിരിക്കുന്നതുകൊണ്ട് എനിക്ക് എന്താ ലാഭം, അല്ലെങ്കിൽ തന്നെ സത്യം എത്ര നാൾ മറച്ചു വയ്ക്കാൻ പറ്റും, സത്യം ഒരിക്കലും മറച്ചു വയ്ക്കാൻ പറ്റില്ല. നിൻ്റെ അമ്മ ഭയങ്കര സത്യസന്ധയല്ലേ, ആ സത്യസന്ധയുടെ വളരെ സത്യസന്ധയായിട്ടുള്ള ഒരു രീതിയിൽ ജില്ലാ കളക്ടറല്ലേ നീ, എന്നിട്ട് നീയാണോ സത്യത്തിന് മറച്ചു വയ്ക്കാൻ എന്നോട് പറയുന്നത്? ഞാനിത് മറച്ചു വയ്ക്കാനൊന്നുമില്ല, ഞാൻ സത്യാമ്മ എല്ലാ സത്യങ്ങളും, പാവം ആ സ്ത്രീ ഈ സത്യങ്ങളൊന്നും അറിയാതെ നിന്നെയൊക്കെ അവിടെ കയറ്റി താമസിപ്പിക്കുന്നില്ലേ, അവരെ വെറുതെ മണ്ടിയാക്കേണ്ട ആവശ്യമുണ്ട്, അവരെല്ലാ സത്യങ്ങളും അറിയട്ടെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഷാനി പറയും, നിങ്ങൾക്ക് എന്താ യഥാർത്ഥത്തിൽ വേണ്ടത്, എന്നിങ്ങനെ എന്തിനാ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്, നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് പറയുമ്പം ഷാനി പറയുന്നത്, ഇത് പോയിൻ്റ്, കളക്ടർക്ക് അപ്പം ബുദ്ധിയൊക്കെ ഉണ്ടല്ലേ, ഞാൻ ഈ സത്യങ്ങളൊന്നും പറയാതിരിക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ ലാഭമൊന്നുമില്ല, പക്ഷേ ഞാൻ ഈ സത്യങ്ങൾ എൻ്റെ വാ തുറന്ന് പറയാൻ പാടില്ലെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ഇന്നിപ്പോൾ സന്തോഷം നിലനിൽക്കണോ, എന്തിന് നിൻ്റെ അനിയത്തി അവിടെ ജീവിക്കണോ എന്ന കാര്യം പോലും എൻ്റെ ഒരു വാക്കിൻ്റെ മേലായിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ വായി മൂടി വെക്കണമെങ്കിൽ അതിനുള്ള പ്രതിഫലം എനിക്ക് കിട്ടണം, നിങ്ങൾക്ക് എന്താ വേണ്ടത് അത് പറയാൻ വേണ്ടി ഷാനി പറയുമ്പോഴത്തേക്കും ഈ സുസ്മിത പറയുന്നത്, എനിക്ക് കാലത്തേക്ക് മറ്റൊന്നും വേണ്ട, തൽക്കാലത്തേക്ക് 10 ലക്ഷം രൂപ നീ ഇങ്ങോട്ടേക്ക് തന്നാൽ മതി. അപ്പോൾ ഷാലിനി, 10 ലക്ഷം രൂപയോ? 10 ലക്ഷം രൂപ തന്നെ, നിൻ്റെ സന്തോഷം അത്ര ഇങ്ങനെ വിലയല്ലേ ഷാലിനി,
അപ്പോഴത്തേക്കും ശാലിനി പറയുന്നുണ്ട് ശരി എവിടാ കൊണ്ട് തരേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പം കറക്റ്റ് സുസ്മിത എവിടാ കൊണ്ട് തരേണ്ടതെന്നൊക്കെ സ്ഥലത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമോ. എന്നിട്ട് ഫോൺ കട്ട് ചെയ്യാനായിട്ട് ശാലിനി പോകുമ്പോഴത്തേക്കും സുസ്മിത പറയുന്നുണ്ട് ഫോൺ കട്ട് ചെയ്യാൻ വരട്ടെ കളക്ടർ മാഡം, അതിന് മുന്നേ പറയുന്ന കാര്യം ഒന്നും കൂടെ കേട്ടോ. ഈ പറഞ്ഞ തുക ഷാനി എനിക്ക് കൊണ്ടുതരാനുള്ള ഷാലിനിയുടെ ഏക അവകാശം വെറും 10 മിനിറ്റ് മാത്രം. ഈ പറയുന്ന 10 മിനിറ്റ് നീ ഞാൻ പറഞ്ഞ സ്ഥലത്തിലേക്ക് ഈ 10 ലക്ഷം രൂപയായിട്ട് വന്നില്ലെങ്കിൽ 11-ാം മിനിറ്റ് എന്ന് പറയുന്നത് ഞാൻ സത്യാമ്മയുടെ വീട്ടിൽ കാണും. സത്യാമ്മയുടെ വീട്ടിൽ ഈ സർവ്വ സത്യങ്ങളെയും അതിൻ്റെതായ തെളിവോടുകൂടി തന്നെ ഞാൻ പറഞ്ഞു തീർക്കും. പിന്നെ നമുക്ക് തമ്മിൽ ഇങ്ങനെ ഒരു ഭീഷണിയുടെ ആവശ്യമൊന്നും ഇല്ല. അപ്പോൾ ഷാലിനി ബുദ്ധിപൂർവ്വം തന്നെ കാര്യങ്ങളൊക്കെ നീക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നിട്ട് ഫോണും കട്ട് ചെയ്യുക. ശാലിനി ഭയങ്കര തിരക്കോടുകൂടി ബെഡ്റൂമിൽ പോകും. അപ്പം ബെഡ്റൂമിൽ പോകുമ്പോഴത്തേക്ക് ആ കട്ടിലിൽ തന്നെ സത്യമോളി പോകും. സത്യമോൾ എന്താണ് വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് മനക്കോട്ടയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ ഭയങ്കര തിരക്കിട്ട് എന്താണ് കബോർഡിൽ നിന്ന് പൈസ ഒക്കെ എടുത്ത് ഒരു ബാഗിൽ വെക്കുന്നതാണ്. അപ്പോൾ ശാലിനി എന്താണ് സത്യമോളൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. കാരണം വെറും 10 മിനിറ്റ് മാത്രമാണ് സുസ്മിത കൊടുത്തിരിക്കുന്ന അവകാശം. ഇന്നത്തോടെ ഇവൾ ആരാന്നുള്ള കാര്യം കണ്ടുപിടിക്കണം എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിൽ തന്നെയാണ് ഷാനി അവിടുന്ന് പൈസ എടുത്തിട്ട് ഇറങ്ങാൻ നിൽക്കുന്നത്. ഷാനി ഇറങ്ങാൻ നിൽക്കുന്നതാണ് സത്യമോൾ ചോദിക്കുന്നുണ്ട് അമ്മേ നമുക്ക് നമ്മുടെ ഇല്ലേ അച്ഛൻ്റെയും അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ February 14 തന്നെയല്ലേ, അത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം കേട്ടോ. അപ്പം പപ്പീനെയും പപ്പിയുടെ അച്ഛനെയും എല്ലാവരെയും വിളിക്കണം. അപ്പം ഷാനി ഒരു മിനിറ്റ് അങ്ങ് സ്തംഭിച്ച് നിൽക്കുമോ. February 14 എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി എന്നുള്ള കാര്യം മോളോട് ആര് പറഞ്ഞു? ആര് പറയാം? അച്ഛൻ പറഞ്ഞു. അച്ഛനോട് ഞാൻ ഇപ്പോൾ സംസാരിച്ചല്ലോ. അച്ഛനാ പറഞ്ഞത് മോൾ ആ ഫോണും തന്നെ തന്നിട്ട്. അപ്പോൾ ഷാനി ആ ഫോണിലെ ഫോൺ നമ്പർ നോക്കുക. ഫോണിൻ്റെ വിചാരം എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറയുന്ന സത്യമോളെ വിളിക്കുന്നതും സത്യമോൾക്ക് വിഷ്ണുവിൻ്റെ കൊച്ചു പ്രായത്തിലെ ഫോട്ടോ അയച്ചു കൊടുത്തതും എല്ലാം തന്നെ ഷാനിയെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന അതേ സെയിം വ്യക്തിയാണെന്നാണ് ഷാനിയുടെ മനസ്സിലെ വിചാരം. പക്ഷേ അതൊന്നും അല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഷാനി ഈ നമ്പറും കൂടെ എടുത്തിട്ട് നേരെ ട്രേസ് ചെയ്യാനുള്ള ആൾക്കാർക്ക് കൊടുക്കുക. ഈ നമ്പർ എനിക്ക് ഇമ്മീഡിയറ്റായിട്ട് ട്രേസ് ചെയ്ത് ഇത് 6 പേരിലിരിക്കുകയാണ്, അവരുടെ ഡീറ്റെയിൽസ് അഡ്രസ്സ് എല്ലാം എനിക്ക് ഇമ്മീഡിയറ്റായിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ പറയുമ്പോഴത്തേക്കും മാഡം നേരത്തെ തന്ന നമ്പർ ഇതുവരെ ട്രേസ് ചെയ്യാൻ പറ്റിയില്ലെന്ന് പറയുമ്പോഴത്തേക്കും സാറേ ആ വ്യക്തി ആരാന്നൊക്കെ എനിക്കറിയാം, ആ നമ്പറിൻ്റെ കാര്യം വിട്ടേക്കാൻ കൂടെ ഷാനി പറയുവാണ്. അപ്പോൾ സത്യമോൾ പറയുന്നുണ്ട് അമ്മയെ വിളിച്ചു നോക്കണ്ട, അച്ഛൻ ജോലിക്ക് കയറി, ഈ സമയത്ത് വിളിച്ച അച്ഛൻ ഫോണൊന്നും ഇപ്പോൾ എടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഫോൺ കട്ട് ചെയ്ത് പിന്നെ വിളിക്കാം. അപ്പോഴത്തേക്കും ഷാലിനിക്ക് ഇതൊന്നും കേട്ടിരിക്കാൻ സമയമില്ല. ഷാലിനി നേരെ ഫോണും കൈ കൊടുത്തിട്ട് നേരെ ഈ പൈസയും കൊണ്ട് ആ പറഞ്ഞ സ്ഥലത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്താൻ വേണ്ടി ഷാനി തന്നെ കാറിൽ പോവാം. അപ്പോൾ ഷാനി നേരത്തെ തന്നെ പോയി അവിടെ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നേരെ സുസ്മിത എന്താണ് ഒരു പർദ്ദയൊക്കെ ഇട്ട് ഒരു മരത്തിൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഷാനി അവിടെ എത്തി എന്നുള്ള കാര്യമൊക്കെ ഉണ്ട്. കറക്റ്റ് എന്താണ് ആ സമയത്ത് ഷാനി എന്താണ് ഫോൺ വിളിച്ച് നോക്കുമ്പോഴത്തേക്കും സുസ്മിത ഫോൺ എടുത്തിട്ട് പറയും ഞാൻ നിന്നെ കണ്ടു, ആ പൈസ ഒരു കാര്യം ചെയ്ത് അങ്ങോട്ടേക്ക് അങ്ങ് വെച്ചാൽ മതി പറയുമ്പം അല്ല എനിക്ക് നിങ്ങളുടെ കൈ തന്നേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും ഈ സുസ്മിത പറഞ്ഞത് അത്രയ്ക്ക് നിർബന്ധമൊക്കെയാണോ, എൻ്റെ കയ്യിലേ തരത്തുള്ളൂ എന്നൊക്കെയാണോ, ഞാൻ പറയുന്നത് കേൾക്കുന്നതൊക്കെ നല്ലത് അല്ല, എനിക്ക് നിങ്ങളുടെ കൈ തന്നാലേ പറ്റത്തുള്ളൂ എന്ന് ഷാനി ഉറപ്പിച്ച് പറയുമ്പോഴത്തേക്കും ലാസ്റ്റ് സുസ്മിത എന്താണ് പ്രതീക്ഷ തന്നെ വന്നത്. കാരണം ഷാനി വെറുതെ പൈസ അവിടെ വെച്ചിട്ടൊന്നും പോകില്ല, തൻ്റെ കയ്യിലേ തരാൻ താല്പര്യപ്പെടത്തുള്ളൂ എന്ന് പറഞ്ഞാൽ സുസ്മിത ആ പർദ്ദയുടെ ആ ഒരു നിക്കാവെന്ന് പറഞ്ഞിട്ടുള്ള ഫ്രണ്ട് ഇടുന്ന സാധനമല്ലോ അതൊക്കെ എന്താണ് ഫ്രണ്ടേക്ക് ഇട്ടുകൊണ്ട് നേരെ വന്ന് ഷാനിയുടെ മുന്നിൽ നിൽക്കുക. അപ്പോൾ ഷാനി എന്താണ് നീ ആരാ നിന്നെ കണ്ടുപിടിക്കുന്നു തന്നെ മനസ്സിൽ ചിന്തിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും ഈ പൈസ ഹാൻഡ് ഓവർ ചെയ്യുക. അപ്പം ചോദിക്കുന്നുണ്ട് ആദ്യം 10 ലക്ഷം രൂപയില്ലേ, എന്തായാലും 10 ലക്ഷം രൂപ കാണാതിരിക്കുന്നില്ല. കാരണം ഞാൻ പറയാൻ പാടില്ല നിങ്ങൾ പറയുന്ന സത്യത്തിൻ്റെ വില എത്ര എന്നുള്ള കാര്യം ഷാനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഷാനി പറയുന്നത് അല്ല എന്നാലും എണ്ണി നോക്കിയിട്ട് പോയാൽ മതി. അപ്പോൾ ഷാനിയോട് ഈ സുസ്മിത പറയുകയാണ് അങ്ങനെ എണ്ണി നോക്കുന്നില്ല, കാരണം എനിക്ക് ജില്ലാ കളക്ടറിനെ അത്രയ്ക്ക് വിശ്വാസക്കുറവൊന്നുമില്ല, എനിക്ക് നല്ല വിശ്വാസം എന്ന് പറഞ്ഞിട്ട് നേരെ ഈ പൈസയും മേടിച്ചിട്ട് എന്നാൽ ശരി ഞാൻ പോകുന്ന നിൽക്കുമ്പോഴത്തേക്കും ഷാനി പറയും ഒന്ന് നിന്നേ, നിങ്ങൾ ഇനി മേലാൽ ഈ സത്യം സത്യാമ്മയുടെ മുന്നിൽ അറിയിക്കാൻ പാടില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഷാനിയോട് സുസ്മിത വീണ്ടും ട്വിസ്റ്റ് ഇടുക. ഏത് സത്യത്തിൻ്റെ കാര്യമായി പറയുന്നത്, എനിക്ക് പല സത്യങ്ങൾ അറിയാം, അത് ഏത് സത്യമാണ് ഞാൻ സത്യഭാമയോട് പറയാൻ പാടില്ലാത്തത്, അതൊന്ന് പറഞ്ഞാൽ പറയുന്നത് ഷാനിക്ക് ശരിക്കും അങ്ങ് ദേഷ്യം വരിക. നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഏത് സത്യമാണ് പറയാൻ പാടില്ല എന്നുള്ള കാര്യം, എൻ്റെ മകളാന്നുള്ള സത്യം നിങ്ങൾ സത്യാമ്മയെ അറിയിക്കാൻ പാടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ആ സത്യമാണല്ലേ, അതിനെ എന്തായാലും അറിയത്തില്ല, പക്ഷേ അതിനെല്ലാം മനസ്സിലാക്കാൻ കുറച്ച് വിശദമായിട്ട് കുറച്ച് കാര്യങ്ങളില്ലേ, അത് ഷാമയ്ക്ക് അബോഷനായി പോയൊരു കാര്യമില്ലേ, അതായത് അത് സത്യാമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ സത്യാമ്മയ്ക്ക് ടെൻഷൻ വന്ന് BP കയറി എന്തെങ്കിലും സംഭവിച്ചെന്ന് പറഞ്ഞാൽ അത് ഒളിച്ചു വെച്ച കാര്യങ്ങൾ, ശ്യാമ ഇനി ഒരിക്കലും പ്രസവിക്കില്ല എന്നുള്ള കാര്യം, നീ തന്നെ പ്രസവിച്ച 2 മക്കളിൽ ഒരാളെയാണ് ശ്യാമയ്ക്ക് വളർത്താൻ കൊടുത്തതും, അതിന് നിനക്ക് വേണ്ടി കൂട്ടുനിന്ന് നിൻ്റെ അമ്മയും അവിടെ ഉള്ള ആൾക്കാരും എല്ലാ കാര്യങ്ങളും സത്യാമ്മ ഈ വിധ സത്യങ്ങളൊക്കെ സത്യാമ്മ അറിയേണ്ടതല്ലേ. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത്, നിങ്ങൾ ചോദിച്ച പണം ഞാൻ തന്നില്ലേ, നീ തൽക്കാലം ടെൻഷൻ ആവണ്ട, ഞാൻ പറഞ്ഞ വാക്ക് എന്തായാലും പാലിക്കും, ഇപ്പോഴത്തേക്ക് ഞാൻ എന്തായാലും സത്യാമ്മയോട് ഈ സത്യങ്ങളൊന്നും വിളിച്ച് പറയാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സുസ്മിത നേരെ എന്താണ് പൈസയും മേടിച്ച് തിരിച്ച് പോകാൻ നിൽക്കുമ്പം ഷാലിനി എന്താണ് പ്രതീക്ഷിക്കാൻ നേരെ സുസ്മിതയുടെ കയ്യിൽ കയറി സ്ട്രോങ് ആയിട്ട് പിടിക്കുക. അതായത് എനിക്ക് ഇത്രയും സഹായങ്ങളൊക്കെ ചെയ്തു തരുന്ന നിങ്ങളെ എനിക്കൊന്ന് കാണാതിരിക്കാൻ പറ്റുമോ, എന്നാലും നിങ്ങൾക്ക് നാളെ ഒരു സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ തിരിച്ചറിയാൻ പറ്റണ്ടേ, അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഞാൻ കാണാതെ വിടുന്നത് പറഞ്ഞ് ഷാലിനി നല്ല മുറുകെ സുസ്മിതയെ കൈ പിടിക്കും. സുസ്മിത അങ്ങ് ടെൻഷനാവും, ഇന്ന് ഇവിടെ എൻ്റെ മുഖം കണ്ടുപിടിക്കുന്നുള്ള രീതിയിൽ കറക്റ്റ് സുസ്മിത എന്താണ് തിരിഞ്ഞു നോക്കുന്നത്, സുസ്മിതയുടെ ആ പർദ്ദയുടെ നിക്കാവ് ഷാലിനി കറക്റ്റായിട്ട് അങ്ങ് പൊക്കുവാണ്. അപ്പോൾ അതേ സുസ്മിത നീ ഇത്ര മണ്ടിയാണോ,
നീ പറഞ്ഞ ഏതെങ്കിലും വ്യക്തിയാക്കിയതിൻ്റെ പിറകെ എന്നുള്ള കാര്യത്തിനകത്ത് എനിക്ക് സംശയമുണ്ട്. പക്ഷേ നീ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതുപോലെ നിനക്ക് ഇത്ര മണ്ടത്തരവേ ഉള്ളൂ. കാരണം ബ്ലാക്ക് മെയിൽ ചെയ്തവരൊക്കെ ഓക്കെ സുസ്മിതേ, പക്ഷേ എൻ്റെ മുന്നിൽ വന്ന് ഈ പണം മേടിക്കാൻ നീ തന്നെ വന്ന് നിന്നല്ലോ. ആ ധൈര്യം, ഈ ഒരു ഒറ്റൊരു വേഷം കെട്ടുകൾ കൊണ്ട് നിന്നെ ഞാൻ തിരിച്ചറിയത്തില്ല എന്നുള്ള വിശ്വാസത്തിൽ നീ എൻ്റെ മുന്നിൽ വരാൻ കാണിച്ച ധൈര്യം, ആ ധൈര്യത്തിനെ ഞാൻ മണ്ടത്തരമെന്നേ പറയത്തുള്ളൂ. ആ മണ്ടത്തരത്തിന് ഇന്ന് നീ അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിച്ചിട്ടേ പോകത്തുള്ളൂ. അത് മറ്റൊന്നും കൊണ്ടല്ല. നീ ഇത്രയും നാൾ ജയിലിൽ കിടന്നിട്ട് നീ വിവരം വെച്ചില്ല. അപ്പം നിന്നെ വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ അയച്ച് കുറച്ച് വിവരം കൂടെ വെപ്പിച്ചിട്ട് ഇന്ന് ഞാൻ വിടുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ശാലിനി നേരെ ഫോൺ എടുത്തിട്ട് സുസ്മിതയുടെ കയ്യിൽ 10 ലക്ഷം രൂപയില്ലേ, അത് അൺഅക്കൗണ്ടബിൾ മണിയല്ലേ, അതിന് വേണ്ടിയാണ് പോലീസ് സ്റ്റേഷനകത്ത് വിളിച്ച് അറിയിപ്പിക്കാൻ വന്നത്. അപ്പോൾ സുസ്മിത കാലി പിടിക്കുന്ന പോലെ എഴുതി കൈ പിടിച്ച് കരയുവാണ്. അയ്യോ ഷാനി എന്നോട് ഈ ഒരു വട്ടം മാത്രം ഒന്ന് ക്ഷമിച്ചേക്കണേ, ഈ ഒരു വട്ടം പ്ലീസ് ഷാനി എന്നെ ഉപദ്രവിക്കല്ലേ, ഞാൻ എന്താണ് നിൻ്റെ ലൈഫിലേക്ക് ഞാൻ വരുത്തില്ല, സത്യം ഈ ഒരു ഒറ്റത്തവണ എന്നോട് ക്ഷമിക്കുന്ന പറയുമ്പോൾ നിന്നോടോ ഒറ്റത്തവണ ക്ഷമിക്കണം, നിന്നോട് എത്ര വട്ടം ഞങ്ങൾ സുസ്മിതയെ നീ ഇന്ന് വരെ ഒന്നും പഠിച്ചില്ല, ജയിലിൽ പോയിട്ട് പോലും പഠിക്കാതെ നീ ആവർത്തിച്ച് തന്നെ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി തന്നെയല്ലേ നീ ഇറങ്ങുന്നത്. അതുകൊണ്ട് ഈ വട്ടം നിൻ്റെ കാര്യം ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ പോകത്തുള്ളൂ എന്ന് ശാലിനി പറയുമ്പോഴത്തേക്കും സുസ്മിത അയ്യോ പാവം കളിക്കുക. അയ്യോ പാവം കളിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും ശാലിനി ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. എന്താ നീയാണ് ഈ മറുവശത്തെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന പാർട്ടി എന്ന് മനസ്സിലായ കാര്യമായി. നീ പറഞ്ഞ സത്യമായ ഒരു രീതിയിലും ഒരു കാര്യം വിശ്വസിക്കാൻ പോലെ നീ ഇപ്പം അങ്ങോട്ട് ചെന്ന് പറഞ്ഞാലും ഇനി അത് 100% സത്യസന്ധമായ കാര്യങ്ങളാണെങ്കിൽ പോലെ തന്നെ സത്യമാകുമ്പോൾ ഒരു കാരണവശാൽ നിൻ്റെ വാക്കിനെ വിശ്വസിക്കില്ല എന്നൊക്കെ ഷാനി വളരെ ധൈര്യത്തിൽ പറയുന്നത് സുസ്മിത പറയുന്നത്. അതിന് സത്യമാകുമ്പോൾ ഞാൻ പറയുന്ന കാര്യം വിശ്വസിക്കണമെന്ന് എനിക്കില്ല. പറഞ്ഞു നിർത്തിയാണ് അടുത്ത എപ്പിസോഡിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇനി കാണാൻ പോകുന്ന കുടുംബശ്രീ അതിൽ നെക്സ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂ. അപ്പോൾ എല്ലാവരും കാണുമോ, ചാനൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ കമൻസ് ഷെയർ ആരും മറക്കണ്ട കേട്ടോ. ബൈ.